ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള, അതായത് ആളുകളുടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ മീൻ കൃഷിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 7 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇത്ര രൂപ വരുമാനം കിട്ടും, ഇതിന് നിങ്ങൾ ഇത്ര മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ ഒരു കുളത്തിലിട്ട് കഴിഞ്ഞാൽ കിട്ടും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരാണ്. അത് ഒരിക്കലും പോസിബിൾ അല്ല. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒരു കുളത്തിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നിങ്ങളുടെ എന്ത് ഒരു ചെടി വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് വെള്ളം ഒഴിക്കണം, വളരണം, എല്ലാം ചെയ്യണം. എല്ലാം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത്ര കാലയളവ് കൊണ്ട് ആ ഒരു ചെടിയിൽ പൂവുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതൊന്നൊരു ഇപ്പോൾ ഒരു പ്ലാവിൻ്റെ തയ്യാടാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചക്ക എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഒരു മീൻ കൃഷിയും. മച്ചാന്മാരെ നല്ല മഴയുണ്ടാ. ഇപ്പം ഞാനേ സമയം ഏകദേശം ഒരു 7 മണിയാവാറായി. തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയുള്ള നമ്മളെ കുട്ടേട്ടൻ്റെ ഒരു സിമെൻറ്റ് ടാങ്ക്, ആ ഒരു സിമെൻറ്റ് ടാങ്ക് പിടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പോൾ ഇതാണ്ട നമുക്ക് പിടിക്കാനുള്ള ടാങ്ക്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു കുഞ്ഞ് സിമെൻറ്റ് ടാങ്ക്. ഇതിൽ ഒരു ഏകദേശം ഒരു 300 മീൻ കുഞ്ഞുങ്ങളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം അത്യാവശ്യം സൈസായി എന്നാണ് പറഞ്ഞത്. നമ്മൾ വണ്ടി എത്തുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ വെള്ളം മൊത്തമായിട്ട് തുറന്നിട്ടാൽ മതി. മഴ ചെറിയൊരു കുറവ് വന്നപ്പോഴാണ് ഞാനൊരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ കൂടിക്കഴിഞ്ഞാൽ ഇൻട്രോ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഏകദേശം എത്താറായിട്ടാണ്. പുത്തൂര് പറഞ്ഞാൽ ഇനി ഇവിടെ ഏകദേശം ഒരു 2 കിലോമീറ്ററും കൂടുള്ളൂ. അപ്പോൾ മഴ ഏകദേശം പറ്റ കുറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ട്, പറ്റ കുറേ ഇറങ്ങാനല്ലേ, ഇതാണ് സമയം 8:15 ഫുൾ മഴ. നല്ല മഴയാണ്. മഴയത്ത് ഈ ടാങ്കാണ് നമുക്ക് പിടിക്കാനുള്ളത്. അപ്പോൾ നമ്മളെ വണ്ടി ഇപ്പോൾ ഏകദേശം എത്തും. ഫുൾ മഴയാണ്. അവിടെ ഒരു ചേച്ചി നിന്നിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മഴയാണ്. മഴയത്ത് മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. ഈ കാണുന്നില്ലേ, ഇതാണ് നമ്മളിന്ന് പിടിക്കാൻ പോകുന്ന കുളം. അതായത് ഒരു സിമെൻറ്റ് ടാങ്കാണ്. ഈ ടാങ്കാണെന്ന് നമ്മൾ പിടിക്കാൻ പോകുന്നത്. നമ്മളീ മീൻ പിടുത്തം ഓരോ ദിവസവും സത്യം പറഞ്ഞാൽ ഓരോ അനുഭവങ്ങളാട്ടാ. ഇന്നിപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ മീൻ പിടിക്കണ പോലെ വലിയ ഹറിബറി മീൻപിടുത്തം അതൊന്നുമല്ല. നമ്മളെ കുട്ടേട്ടൻ്റെ ഒരു ചെറിയൊരു സിമെൻറ്റ് ടാങ്ക്, ആ സിമെൻറ്റ് ടാങ്കിലുള്ള ഏകദേശം ഒരു 100-300 മീൻ, അതിനെയാണ് ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ കുട്ടേട്ടനെ ഞാൻ കാണിച്ചു തരാം. കുട്ടേട്ടൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഒരു സിമെൻറ്റ് ടാങ്ക് ഉള്ളത്. അതിലുള്ള മീനുകളെ ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഒരു 7 മാസത്തോളമായിട്ടുണ്ട് ഇപ്പോൾ കുട്ടേട്ടൻ ആ ഒരു സിമെൻറ്റ് ടാങ്കിൽ ആ മീനെ വളർത്താൻ തുടങ്ങിയിട്ട്. പെല്ലറ്റ് കൊടുത്തിട്ടാണ് വളർത്തുന്നത്. നല്ല വൃത്തിയിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ടാങ്ക്. അതൊക്കെ ഞാൻ കാണിച്ചിട്ട് ഞാൻ മുന്നൊന്ന് പോയി കണ്ടതാണ്. ഇത് പിന്നെ സിമെൻറ്റ് ടാങ്ക് ആയതുകൊണ്ട് നമുക്ക് മീനെ പിടിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ നേരെ വണ്ടി വരാം, ഇതൊന്ന് നേരെ വണ്ടി ലോഡാക്കാൻ പോകാത്തുള്ളൂ. നമുക്ക് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റ് തുറന്നിട്ട് നമുക്ക് നേരെ വണ്ടി ഇങ്ങോട്ട് ലോഡാക്കട്ടോ. അപ്പോൾ ഇതാണ്, ഈ ചേട്ടനാണ് നമ്മൾ ഓണർ. വണ്ടി നമുക്ക് ഏകദേശം വെക്കാം. ഇവിടെ ഈ ഇതുള്ളതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ അപ്പുറം ഇടാല്ലേ. അപ്പോൾ നമ്മൾ 2 ടാങ്കിലെയും വെള്ളം അവിടെ തുറന്നു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം കുറവിന് വൈകോ കേട്ടോ. ഈ വെള്ളം നേരെ കണ്ടിട്ട് ഒഴുകി പോണേ. ഇപ്പോൾ മീനുകൾ ചാട്ടം തുറക്കും. എവിടെയാണ് ഏട്ടാ അയക്കണത്? ഇതയക്കല്ലേ? നമ്മളെ വണ്ടി അതുവരെ വന്നിട്ടുണ്ട്. ടാങ്കിൽ എന്താ വെച്ചാൽ 100-300 കുട്ടികളുള്ളൂ. പക്ഷേ മീനുകൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം നന്നായിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു മീനുകൾക്ക് നല്ല ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മളൊരു നല്ല വലിയ ഹറിബറി മീൻ പിടുത്തമൊന്നുമല്ല. നമ്മളെ കൂടുതലുള്ള ടീംസ് ആരും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ പോകണത്. പിന്നെ നമ്മളെ ലോഡിങ്ങിനുള്ള പയ്യനും ഡ്രൈവറും ഇവരെന്നുള്ളൂ മീനെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. സിദ്ധില്ല, ഒന്നില്ല, റഷീദില്ല, ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഇന്ന് നമ്മളവിടെ പോകുന്നു, മീനെടുക്കുന്നു, പോരുന്നു. വലിയ ഒരു ഇതൊന്നുമില്ല. പക്ഷേ ഒരു നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ഈ മഴയത്ത് നമ്മൾ പോയിട്ട് എടുക്കണ വീഡിയോസൊക്കെ ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് തോന്നും. അതിനും കൂടെ ആ ഒരു വീഡിയോ കാണാനും കൂടെ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഈ ഒരു വീഡിയോ എടുക്കണേ. എന്തായാലും വെൽക്കം ടു കരേക്കട വ്ളോഗേഴ്സ്. ഒരു സിമ്പിൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
ഈ വെള്ളം കുറയുന്ന നേരത്ത് ഇവന്മാർ ആ ടാങ്കിൽ നിന്ന് നേരെ ഇതിലേക്ക് ചാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് വെള്ളം കുറവാ ടാങ്കിൽ. അപ്പോൾ അതിന് നേരെ മീനുകൾ ഇങ്ങോട്ടേക്ക് ചാടുന്നുണ്ട്. വെള്ളം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ മീനുകളെ തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടാ. അയ്യോ, മീനുകൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് ചാടാൻ നോക്കും. ഇവരെപ്പോഴും വെള്ളം കുറവുള്ള സ്ഥലത്ത് നിന്ന് വെള്ളം കൂടുതലുള്ള സ്ഥലത്തേക്ക് ചാടാൻ നോക്കും കേട്ടോ. ഇത്ര ഹൈറ്റിൽ അതിന് മനസ്സിലാവുന്നുണ്ട് ഇപ്പുറത്ത് വെള്ളം ഉണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ മീനുകൾ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ചാടുന്നത്. ഇതിൽ ഇതേ ലെവലിലുണ്ട് മീനുകളുള്ളത്. 300 മീനല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പമുണ്ട് കേട്ടോ മീനുകളൊക്കെ. നല്ല തീറ്റയും കൊടുക്കാണ്ട്. അതെ, നല്ല വൃത്തിയുള്ള ടാങ്കാ അല്ലേ? നല്ല വൃത്തിയുള്ള ടാങ്കാ. നല്ല അടിപൊളിയായിട്ട് രണ്ടിലും ഒന്നുമില്ല. മീന് ഒരു കംപ്ലൈന്റ് ഒന്നുമില്ല കേട്ടോ. നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കുന്നുണ്ട്. വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ടല്ലേ? വെള്ളം മാറ്റി കൊടുക്കുക. ഞാനെന്താ പറയുക, ഇന്ന് സത്യത്തിലൊരു നല്ലൊരു മൂഡ്, നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡ്. ചില ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ ചെയ്യാനൊരു മൂഡ് ഉണ്ടാവില്ല. കാരണം നമ്മളൊരു സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് പേഴ്സണലായിട്ട് ഒരാളോടും ഒരു ദേഷ്യമുള്ളതുകൊണ്ടും അല്ലാണ്ടെങ്കിൽ ഒന്നും അല്ല കേട്ടോ. നമുക്ക് മീൻ എടുക്കലും മീൻ കയറ്റലും ലോഡ് ചെയ്യലും അത് എല്ലാം അതിൻ്റെ കണക്കൂട്ടലും എല്ലാം കൂടി ആകുമ്പോഴേക്കും നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു 20-30 സൈറ്റുകളിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഒന്നൊക്കെ എടുക്കലുള്ളൂ. ഇന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്ന് ഇറങ്ങിയത്. അതായത് ഇന്ന് ഒരു ചെറിയൊരു സിമ്പിൾ ടാങ്കാണ്. ഇന്ന് ഇത് മാത്രമേ ഞങ്ങൾ എടുക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ടൈമുണ്ട്. വലിയ ഹറിബറിയൊന്നുമില്ല. കീപ്പ് ആൻഡ് കാമായിട്ട് നമ്മളിന്ന് ആ സൈറ്റിൽ പോയിട്ട് മീൻ എടുക്കുന്നുണ്ട്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, കുറേ പേര് ഞങ്ങളോട് ചോദിക്കലുണ്ട് നമ്മളെ സൈറ്റിൽ വന്നിട്ട് മീൻ എടുക്കുന്നുണ്ട്, എന്താണ് നമ്മളെ സൈറ്റിൽ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, ഒന്നാമത്തെ നമ്മൾ ഈ കൂടുതൽ മീനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇത് കണക്ക് കൂട്ടലും മീൻ നോക്കലും മീൻ മാറ്റലും ലോഡാക്കലും അതിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ടുള്ള വണ്ടിയുടെ കാര്യങ്ങൾ നോക്കലും എല്ലാം കൂടി ആകുമ്പോഴേക്കും ഒന്നിനൊരു നമ്മളെ മാനസികമായിട്ട് നമ്മൾ ഒരിക്കലും പ്രിപ്പയർ ആവില്ല. അപ്പോൾ എന്താ വെച്ചാൽ, കുറച്ച് മീനുകളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെയും നമുക്കൊന്നും കൂടി ഒരു മൈൻഡ് വരും വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ കുറേ സ്ഥലങ്ങൾ നമ്മൾ വീഡിയോ എടുക്കാത്തതും അത് അപ്ലോഡ് ചെയ്യാത്തതും ഒക്കെ. ഇതിലാവൂലേ? 7 മാസം. ഞങ്ങളെ നാട്ടങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെയുള്ള 9 മാസമായില്ലേ? മനുഷ്യന്മാരെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മീനെ നോക്കും. കുഴപ്പമൊന്നുമില്ല കേട്ടോ. മീൻ ഏകദേശം 1 കിലോ റേഞ്ച് ഒക്കെ ഉണ്ടല്ലേ? ഒരു 800 ഗ്രാം ആവറേജ് ഒരു ഇതല്ലേ ഇതുണ്ട് തോന്നുന്നുണ്ട്. കുറേ ചെറുതുണ്ട്. നന്നായിട്ട് കഴിക്കൂലേ? 1,700 വരെ ഉള്ളത് ഉണ്ട് അല്ലേ? ഓക്കെ. കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം സൈസുള്ള മീനുകളാണ്. ചിലത് നല്ല വലുപ്പമുണ്ട് അല്ലേ? ഈ ചില ആളുകളുണ്ട്, അതായത് ഇപ്പോൾ ഒരുപാട് മീനുകളെ ചില കുളങ്ങളിലിടും. അതായത് ആ ഒരു കുളത്തിൻ്റെ കപ്പാസിറ്റി അറിയാതെ ഒരിക്കലും നമ്മളവർ കുറ്റം പറയല്ല. നമ്മൾ ഈ മീൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. മീനിൻ്റെ കുഞ്ഞുങ്ങളെ എടുത്ത് അവർ ആ ഒരു കുളത്തിൽ കൊണ്ടിടുന്നത് മുതൽ അതിന് മാസം മാസം തീറ്റ കൊടുത്തു. മാസം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും തീറ്റ കൊടുക്കണം. അത്യാവശ്യം തീറ്റയുടെ കോസ്റ്റിന് അത്യാവശ്യം വരുന്നുണ്ട്. ഇത്രയും തീറ്റ കൊടുത്ത് ലാസ്റ്റ് ആ ഒരു മീൻ വളർച്ചയില്ലാണ്ടെങ്കിൽ, കറക്റ്റായിട്ട് മാർക്കറ്റ് ആ ഒരു മീൻ ലഭിക്കുന്നില്ലെങ്കിൽ, അവർക്ക് വിറ്റ് പോകുന്നില്ലാണ്ടെങ്കിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ലോസ് വരും. നമുക്ക് ചിലപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സങ്കടമാകും ചെറിയ മീനുകൾ നമ്മൾ എടുക്കേണ്ടി വരുമ്പോഴൊക്കെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു വിഷമം വരും. അങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റ് ഇപ്രാവശ്യം തന്നെ ഒരു 3-4 സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് അവർക്ക് ആദ്യമായിട്ടായതുകൊണ്ട് ഈ മീൻ വരാലിൽ വളർത്തലിനെ കുറിച്ചും അതിൻ്റെ വലിയ ഐഡിയാസ് ഒന്നും ഇല്ലാത്ത ആളുകൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബൾക്കായിട്ട് നഷ്ടം വരും. ചെറിയ ലെവലിൽ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയ ലെവലിൽ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതിനെക്കുറിച്ച്. ചിലർ ബൾക്കായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇന്നലെ നമ്മളെടുത്തൊരു ഓർഡർ പറഞ്ഞാൽ ഏകദേശം ഒരു 4000 മീനുകളിട്ട് അവർക്ക് ഏകദേശം ഒരു 3 ടണ്ണ് മീൻ അതിന് കിട്ടി. അതായത് 3000 കിലോ മീൻ അതിന് കിട്ടി. അത് അത്യാവശ്യം നല്ലൊരു ബെനിഫിറ്റാണ് അവർക്ക്. അത്യാവശ്യം നല്ല ലാഭമാണ്. അവർ അത്യാവശ്യം തീറ്റ കൊടുത്തിട്ടുണ്ട്. പക്ഷേ തീറ്റയുടെ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ലാഭം
അത് നെറ്റ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ടീം ഒരു കോറിയിലിട്ടിട്ടാണ് ചെയ്തത്. പക്ഷേ അതുപോലെ എല്ലാവർക്കും ഒരിക്കലും കിട്ടണമെന്നില്ല കേട്ടോ. കാരണം അതിന് മുന്നേ നമ്മൾ വേറെ ടീമിൻ്റെ അടുത്ത് നിർത്തത് ഏകദേശം ഒരു 3000 ആ റേഞ്ചിലുള്ള മീനുകളിട്ട് അതിലവർക്ക് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചെറിയ മീനുകളാണ്. നഷ്ടം ഇപ്പോൾ വന്നിട്ടില്ല, ഇപ്പോൾ ഏകദേശം ഒരു നഷ്ടമാണ്. പക്ഷേ നമ്മൾ കുറേ മീനുകൾ അവിടെ തന്നെ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ എല്ലാ മീനുകളും എടുക്കാതെ മാക്സിമം കുറേ മീനുകൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു കുളത്തിൽ കുറേ സ്പേസ് ആവും. സ്പേസ് ആയാൽ തന്നെ അവർക്ക് അതിന് കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 മാസം കൊണ്ടൊക്കെ അത്യാവശ്യം നല്ല ഗ്രോത്ത് ആ മീനുകൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ലാത്തൊരു വരുമാനം ഒന്ന് കിട്ടും. എന്തൊക്കെയാണ് മീൻ പാട്? സ്പേസ് ഉണ്ടല്ലേ? അതെ ആ ഏയ് ഒരിക്കലും നമ്മൾ ഇത് 100% മീൻ കൃഷി ലാഭമാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങരുത് കേട്ടോ. എല്ലാം ബിസിനസ്സാണ്. ബിസിനസ് ആകുമ്പോൾ ലാഭം നഷ്ടം സ്വാഭാവികമായിട്ട് സംഭവിക്കും. നമ്മളതിനെ കറക്റ്റായിട്ട് നോക്കുക. അതിന് ഓരോ കാലയളവിൽ ഇപ്പോൾ ഒരു മാസം കൂടുമ്പോഴൊക്കെ ഏകദേശം എത്ര തൂക്കം വരുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടില്ലാണെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ തൂക്കം വളരെ കുറയും. നിങ്ങൾ വരാൽ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം. കാരണം നിങ്ങൾ വരാൽ കൃഷി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6-7 മാസം, ചിലപ്പോൾ 8 മാസം, ചിലപ്പോൾ 9 മാസമൊക്കെയാണ് ഒരു മീനിൻ്റെ ഏകദേശം 1 കിലോ 1.5 കിലോ ആ റേഞ്ചൊക്കെ എത്തുന്നതിൻ്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. ഈ ഒരു കാലയളവിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മോണിറ്റർ ചെയ്തിട്ടില്ലാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലാസ്റ്റ് വൻ നഷ്ടം വരും. അത് വരാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഏകദേശം 1 മാസം കഴിയുമ്പോൾ ആ മീനിൻ്റെ ആവറേജ് തൂക്കം അല്ലെങ്കിൽ സൈസ് ഏകദേശം എത്രയും നോക്കുക. 2ാമത്തെ മാസം കഴിയുമ്പോഴും ഏകദേശം മീനുകളുടെ സൈസ് നോക്കണം നിങ്ങൾ. 3ാമത്തെ മാസം, 4ാമത്തെ മാസം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ മീനുകളുടെ സൈസ് തൂക്കം ഇതൊക്കെ ഏകദേശം എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് നോക്കണം. ഇതിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 4 മാസം 5 മാസമായിട്ട് മീനുകൾ ഏകദേശം ഒരേ സൈസിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 ഗ്രാം 200 ഗ്രാം ആ റേഞ്ചിലൊക്കെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കാരണം നിങ്ങൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വെച്ച് നിങ്ങൾക്ക് നല്ല നഷ്ടം സംഭവിക്കും. നിങ്ങൾ ഏകദേശം അത് നോക്കിക്കഴിഞ്ഞിട്ട് അറിയുന്ന ആളുകളോട് ചോദിക്കുക, അല്ലെങ്കിൽ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മീൻ കുഞ്ഞുങ്ങൾ തന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. എന്താണ് കാരണം എന്ന് വയ്ക്കുക. പല കാരണങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമായിരിക്കും. ആ വെള്ളം ക്വാളിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ മീനിൻ്റെ വളർച്ചയെ നന്നായിട്ട് ബാധിക്കുകയും ഫുഡ് കൊടുക്കുന്നത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ഫുഡിൻ്റെ ആ ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ഫുഡിൻ്റെ രീതി, ഫുഡ് ഐറ്റം എല്ലാറ്റിനനുസരിച്ച് മീനിൻ്റെ വളർച്ചയിൽ നന്നായിട്ട് വ്യത്യാസം കാണിക്കും. ചില കമ്പനീസ് ഉണ്ട് വരാലിൻ്റെ ഫുഡ് അല്ലാത്ത മറ്റുള്ള മീനുകൾക്ക് പറ്റിയ ഫുഡൊക്കെ ഉണ്ട്. ആ ഫുഡ് നിങ്ങൾ വരാലിന് കൊടുത്തു കഴിഞ്ഞാൽ വളർച്ചയെ ചിലപ്പോൾ ബാധിക്കും. ഫുഡ് എടുക്കുന്നത് കുറവായിരിക്കും. ഇപ്പോൾ യുനോമി എന്ന് പറഞ്ഞ ബ്രാൻഡ് കഴിക്കുന്ന അത്രയും നന്നായിട്ട് ചിലപ്പോൾ ഗ്രോവൽ പറഞ്ഞൊരു ബ്രാൻഡ് മീൻ കഴിക്കണമെന്നില്ല. ചിലപ്പോൾ അതിനനുസരിച്ച് വളർച്ചയെ ബാധിക്കും. വെള്ളത്തിൻ്റെ ക്വാളിറ്റി, വെള്ളം നല്ല ക്ലിയർ വാട്ടർ അല്ല എന്നുണ്ടെങ്കിൽ, വെള്ളം നന്നായിട്ട് കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ മീനിൻ്റെ വളർച്ചയെ ബാധിക്കും. അപ്പോൾ ഇതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടാവും. നമ്മൾ ഒന്നും അറിയാതെ നമ്മൾ ഒരിക്കലും ഒരു മീൻ കൃഷി തുടങ്ങി 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപ വരുമാനം ലഭിക്കും എന്നുള്ള പ്ലാനിങ്ങിൽ ഒരിക്കലും നിങ്ങൾ മീൻ കൃഷിക്ക് ഇറങ്ങരുത് കേട്ടോ. അത് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള, അതായത് ആളുകളുടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ മീൻ കൃഷിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 7 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇത്ര രൂപ വരുമാനം കിട്ടും, ഇതിന് നിങ്ങൾ ഇത്ര മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ ഒരു കുളത്തിലിട്ട് കഴിഞ്ഞാൽ കിട്ടും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരാണ്. അത് ഒരിക്കലും പോസിബിൾ അല്ല. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒരു കുളത്തിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നിങ്ങളുടെ എന്ത് ഒരു ചെടി വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് വെള്ളം ഒഴിക്കണം, വളരണം, എല്ലാം ചെയ്യണം. എല്ലാം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത്ര കാലയളവ് കൊണ്ട് ആ ഒരു ചെടിയിൽ പൂവുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതൊന്നൊരു ഇപ്പോൾ ഒരു പ്ലാവിൻ്റെ തൈ ഇടുകയാണെന്നുണ്ടെങ്കിൽ
അത് നിങ്ങൾക്ക് ചക്ക എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഒരു മീൻ കൃഷിയും. നമ്മൾ എന്തൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ട് ലാഭം ഉണ്ടാവും. കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം ഉണ്ടാവും. ഇവിടെ ഈ ഒരു ചെറിയ ടാങ്കിൽ ഏകദേശം 300 മീൻ കുഞ്ഞുങ്ങളിട്ട ഇവർക്ക് ഏകദേശം ഒരു 15,000 രൂപയുടെ താഴെയാണ് തീറ്റയുടെ ചിലവ് വന്നിട്ടുള്ളത്. കാരണം അതിനുള്ള മീനുകളേ ഉള്ളൂ. ഇന്ന് മൊത്തം അവർക്ക് ഏകദേശം 7 മാസം കൊണ്ട് ഇത്രയും തൂക്കം അവർക്ക് വന്നിട്ടുണ്ട്. ഒരു സാധ്യക്ക് 2 നേരം 3 നേരമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുറച്ചിട്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും ഏകദേശം ഒരു 2 നേരത്തേക്ക് കുറച്ചു. കാരണം അതിൻ്റെ വലിപ്പം കൂടുന്തോറും തീറ്റയുടെ അളവ് കൂടുതൽ വേണം. നന്നായിട്ട് ഒരു ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങും. ഇതെന്ന് ഇവർക്ക് ഏകദേശം ഒരു 40,000 രൂപയാണ് കേട്ടോ മൊത്തമായിട്ട് വരുമാനം കിട്ടിയത്. കാരണം ഇവരുടെ ചിലവുകളൊക്കെ ഏകദേശം കഴിച്ചാലും ഏകദേശം ഒരു 20,000-ന് മുകളിലാണ് ഇവർക്ക് ലാഭം കിട്ടിയത്. ഏകദേശം ഒരു 100-300 മീനുകളുടെ ഒരു കഥയുണ്ടത്. പക്ഷേ നമ്മൾ ലാഭം ഒരിക്കലും കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ലാഭം എന്നുള്ളത് നഷ്ടമായി തീരും. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ ഇവിടുത്തെ ഏകദേശം പരിപാടി കഴിഞ്ഞാ ഏകദേശം ഒരു 160 കിലോ ആണ് മൊത്തമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാഷൊക്കെ നമ്മൾ കൊടുത്ത് സെറ്റിൽ ചെയ്ത് ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ബെൽ ബട്ടൺ ഒക്കെ ചെയ്യുക. ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ ഇല്ല, തുറന്നു പറയാം. ഏറ്റവും നല്ലതാണ്. നമ്മൾ വീണ്ടും വരും. ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് മീനെടുക്കാൻ കിട്ടാം. ബൈ.